അങ്ങനെ തേജസ് തകർന്നു വീണ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായി ചർച്ചകൾ നടത്തി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിലും തുടരുകയാണ്. പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന കാര്യം പരിശോധിക്കും. ഇന്നലെ ദുബായിൽ പ്രാദേശിക സമയം 1:30-ഓടെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു അപകടം അവിടെ സംഭവിച്ചത്. നമുക്ക് ആ അപകടത്തിന്റെ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി എക്സാറിലൂടെ കാണാം. അതെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. വ്യോമാഭ്യാസം നടക്കുന്നു. അതിനിടയിൽ ഒരു കെട്ടുപൊട്ടിയ പട്ടം പോലെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ വിമാനം വന്ന് വീണ് ഒരു വലിയൊരു തീഗോളമായി മാറുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കേണ്ടത്. ഈ വിമാനം എങ്ങനെയാണ് ഈ തകർന്നത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വലിയ അന്വേഷണമൊക്കെ നടത്തേണ്ടത്. കാരണം ഈ കൂടുതൽ കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. സ്ഥിരീകരിക്കപ്പെടാത്ത ഒരുപാട് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണ് എന്നുള്ളതാണ് ഇനി കൃത്യമായും അറിയേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നും മറ്റ് കാര്യങ്ങൾ ഈ തേജസ് വിമാനത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പരിശോധിക്കേണ്ടതാണ്. അപ്പം ഈ സംഭവം എന്താണെങ്കിലും നമ്മളെയൊക്കെയും ഈ വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായി ചർച്ചകളൊക്കെ നടത്തി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിലും തുടരുകയാണ്. പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമൊക്കെയാണ് നിലവിൽ പരിശോധിക്കുന്നത്. നോക്കൂ, ഇപ്പം ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെയും നമ്മൾ കണ്ടു. പ്രദർശനത്തിനെത്തിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെയും പ്രദർശിപ്പിച്ചിരുന്ന സ്ഥലത്തിന് നിന്ന് 1.6 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ അപകടം, ഈ തേജസ് വന്ന് വീണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം ഒഴിവായിപ്പോയി എന്ന് പറയാം. തദ്ദേശീയ തേജസ് MK-1 യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിലെ തന്നെ 2ാമത്തെ അപകടമാണ് ദുബായിൽ ഇന്നലെ നടന്നത്. ദുബായ് എയർ ഷോയുടെ അവസാന ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം കൂടെ നടന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തേജസ് യുദ്ധവിമാനത്തിന്റെ 24 വർഷത്തെ ചരിത്രത്തിലെ 2ാമത്തെ അപകടമാണ് ഇന്നലെ സംഭവിച്ചത്. ഈ അപകടത്തിന്റെ കാരണം വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന്റെ പിഴവാണോ എന്ന കാര്യത്തിലൊന്നും ഇനിയും വ്യക്തതയൊന്നുമില്ല. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പലതും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപുള്ള അപകടം എന്തെന്ന് ചോദിച്ചാൽ അത് 2024 മാർച്ച് മാസം 12-നാണ്. ഈ 2015-ലാണ് തേജസ് വിമാനം ആദ്യം ഇന്ത്യയുടെ ഭാഗമാകുന്നത്, ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ഭാഗമാകുന്നത്. അതിന് മുൻപോ പിൻപോ ഒരു തവണ മാത്രമാണ് അപകടം ഉണ്ടായത്. ആ അപകടമാണ് നമ്മൾ ഈ കാണുന്ന പോലെ 2024 മാർച്ച് മാസം 12-ന് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പതിവ് പരിശീലന പറക്കലിനിടയിലാണ് തേജസ് വിമാനത്തിന് ആദ്യമായി ഒരു അപകടമുണ്ടാകുന്നത്. അന്ന് പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നു. അന്തർദേശീയ എയർ ഷോകൾ അടക്കം പലപ്പോഴും അപകടകരമായ അഭ്യാസം നടത്തിയ തേജസിന് അപ്പോഴൊന്നും അപകടം സംഭവിച്ചിരുന്നില്ല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനത്തിന്റെ കരുത്താണ് ഇത് കാട്ടുന്നത്. നമുക്ക് പരിശോധിക്കാം. ലോക രാജ്യങ്ങൾ പലതും വാങ്ങാൻ ആഗ്രഹിച്ച തേജസ് വിമാനം എങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെടുത്തിയെടുത്തത്? എന്താണ് അതിൻ്റെ ചരിത്രവും പ്രത്യേകതകളും? എങ്ങനെയാണ് മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതത്തിൻ്റെയും അഭിമാനമായി തേജസ് അടയാളപ്പെടുത്തിയത്? വിശദമായി നോക്കിയാൽ തേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് തേജസ്. ഇതിന്റെ പ്രധാന വിവരങ്ങൾ നോക്കിയാൽ ഇതിനെ വികസിപ്പിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. HAL, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഇത് 1980-കളിൽ തന്നെ ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി മാറിയ ഒരു യുദ്ധവിമാനമാണ്. സർവീസിൽ പ്രവേശിക്കുന്നത് 2016-ലാണ്. ഇന്ത്യൻ എയർഫോഴ്സിലാണ് ഇത് ചേർന്നത്. സർവീസിൽ 2016-ൽ ചേർന്നത്. സിംഗിൾ എൻജിൻ ഡെൽറ്റ വിങ് മൾട്ടി റോൾ യുദ്ധവിമാനമാണ് തേജസ് വിമാനം. ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് ശബ്ദത്തേക്കാൾ 1.6 വരെ, അതായത് മാക് 1.6 ആണ് ഇതിൻ്റെ വേഗത. ഇനി ഇതിൻ്റെ സജ്ജീകരണം ഇത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് എയർ ടു എയർ ആണ്, പിന്നീട് എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, അതേപോലെ ലേസർ ഗൈഡഡ് ബോംബുകൾ, മോഡേൺ ആവിയോണിക് സിസ്റ്റം ഒക്കെയുമാണ് തേജസിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. വ്യത്യാസങ്ങളിലേക്ക് വന്നാൽ LCA തേജസ് മാർക്ക് 1
തേജസ് മാർക്ക് 1 അതാണ് ഈ അപ്ഗ്രേഡഡ് വേർഷൻ 1. ആദ്യം തേജസ് മാർക്ക് 1, അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് തേജസ് മാർക്ക് 1A എന്ന് പറയുന്നത്. പിന്നീട് തേജസ് നേവി, അത് വിമാനവാഹിനിയിൽ നിന്നുള്ള ഓപ്പറേഷൻസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് തേജസ് നേവി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് തേജസ് മാർക്ക് 2 ആണ്. അതിപ്പോഴും വികസന ഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന ഒരു യുദ്ധവിമാനമാണ്. ഇനി ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ നോക്കിയാൽ, ഒന്ന്, ഇന്ത്യ പൂർണ്ണമായും സ്വന്തം ഗവേഷണത്തിലൂടെ യുദ്ധവിമാനം നിർമ്മിച്ചെടുത്ത രാജ്യങ്ങളുടെ നിരയിലേക്ക് കടക്കാൻ തേജസ് നന്നായി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫൈറ്റർ ജെറ്റ് എന്നാണ് വിളിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ഫൈറ്റർ ജെറ്റ് എന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യം തേജസിനെ എപ്പോഴും വിളിക്കാറ്. ഈ തേജസ് വിമാനത്തിന് ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് റഡാർ സാങ്കേതിക വിദ്യയാണ്. കാരണം അതിൽ ഇന്ത്യൻ നിർമ്മിതമായ ഉത്തം AEX, അതായത് ആക്റ്റീവ് ഇലക്ട്രോണിക്കൽ സ്കാൻഡ് അറേ, പോർ വിമാനങ്ങളിലും പടക്കപ്പലുകളിലും ഒക്കെ നിരീക്ഷണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അത്യാധുനിക റഡാർ സംവിധാനമാണ്. അത് ഘടിപ്പിക്കാൻ ഈ തേജസിന് പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാന ആക്രമണ വിമാനങ്ങളായ MiG-21 ഈ ഇടയ്ക്കാണ് വിടവാങ്ങിയത്. അതിനുശേഷം നമ്മൾ പകരം വയ്ക്കുന്നത് തേജസിനെയാണ്. മിഗിനെ റീപ്ലേസ് ചെയ്തത് തേജസ് വെച്ചാണ്. ഈ ദുബായിലെ അപകടം അതിന് താൽക്കാലികമായൊരു ചെറിയ വെല്ലുവിളിയൊക്കെ ഉയർത്തുന്നുള്ളൂ ചോദിച്ചാൽ അങ്ങനെ വെല്ലുവിളിയൊന്നും ഉയർത്തുന്നില്ല. വായുസേന ഡയറക്ടറേറ്റ് ഓഫ് ഫ്ലൈ സേഫ്റ്റി അപകട കാരണമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വിമാനത്തിനൊപ്പം പൈലറ്റും നഷ്ടമായി എന്നത് അന്വേഷണത്തിനൊരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ യുദ്ധവിമാനങ്ങളുടെ എല്ലാ ഡേറ്റയും തത്സമയം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡേറ്റ റെക്കോർഡുകൾ സുരക്ഷിതമായി കണ്ടെടുക്കണം അല്ലേ? അപ്പോൾ തത്സമയം തന്നെ ഡേറ്റ പുറത്തെടുക്കാനുള്ള സെർവറുകളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപകട കാരണം വ്യോമസേന കൃത്യമായി തന്നെ അന്വേഷിക്കും. പക്ഷെ അതൊന്നും നമ്മൾ ഒരു പക്ഷേ അറിയണമെന്നില്ല. കാരണം സൈനിക വിശദാംശങ്ങൾ പൊതുവെ പൊതുജന മധ്യത്തിൽ സമർപ്പിക്കപ്പെടാനുള്ളതും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അക്കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടൊക്കെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആനന്ദിനോട് ചോദിക്കാം. ആനന്ദുണ്ട് തത്സമയം നമുക്കിപ്പം. ആനന്ദ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഈ തേജസ് യുദ്ധവിമാനം തകർന്നതിന് പിന്നാലെ ഇപ്പോൾ പല ട്രോളുകളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള പല മീഡിയാസും ഈ തേജസിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ട്രോളുകളൊക്കെ വരുന്നു. അപ്പോൾ അതിന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മറുപടിയും ഒക്കെയും വന്നിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ ഇനിയും കൃത്യമായിട്ട് ഒരു ഉത്തരം വന്നിട്ടില്ല. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു, സ്ഥിരീകരിക്കപ്പെട്ട് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ നിമിഷത്തിലാണ്? അതായത് സേതു, ഗുഡ് ഈവനിങ്. സേതു സൂചിപ്പിച്ചതുപോലെ പ്രസക്തമായ കാര്യങ്ങളൊക്കെ സേതു സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ സങ്കീർണമാണ് ഈ വിഷയം. നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ തന്നെ പരിമിതിയുണ്ട്. ഈ യുദ്ധവിമാനം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ, അഹമ്മദാബാദിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ പോലും വ്യൂഹങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ആകാശത്ത് പറക്കുന്ന ഈ വിമാനത്തിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ അന്നുണ്ടായ അപകടത്തെ സംബന്ധിച്ചോ അഭ്യൂഹങ്ങൾ നീക്കുന്ന നിലയിലുള്ള സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോഴാണ് ഇന്നലെ നമ്മുടെ ഏറ്റവും അഭിമാനമായ തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട തേജസ്, അതും ഒരു എയർ ഷോയ്ക്കിടെ തന്നെ തകർന്നു വീഴുന്ന ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്, ഒരു വിംഗ് കമാൻഡർ വീരമൃത്യു വരിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ സേതു സൂചിപ്പിച്ചതുപോലെ ട്രോളുകൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ച ഒരു അപ്ഡേഷൻ ഉള്ളത്, പോളണ്ടിൽ 3 മാസം മുൻപ് ഇത് സമാനമായൊരു എയർ ഷോ നടക്കുന്നു. അവിടെ അമേരിക്കയുടെ F-16 എന്ന് പറയുന്ന ഒരു വിമാനം ഈ സമാനമായ രീതിയിൽ തകർന്നു വീഴുന്നു. അതിൻ്റെ ടെക്നിക്കൽ ടേംസ് പറയുകയാണെങ്കിൽ ലൂപ്പ് മാനുവർ അഥവാ അല്ലെങ്കിൽ ബാരൽ റോൾ മാനുവർ, ഈ 2 തരത്തിലുള്ള ഏതോ ഒരെണ്ണം പരീക്ഷിക്കുമ്പോഴാണ്. അതായത് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശത്ത് കരണം അറിയുന്ന നിലയിൽ അല്ലെങ്കിൽ ആകാശത്തെ യുദ്ധ അഭ്യാസ പ്രകടനങ്ങളെ സംബന്ധിക്കുന്ന ടെക്നിക്കൽ ടേമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 2 ഒന്ന് ചെയ്തപ്പോഴാണ് സമാനമായി F-16 പോളണ്ടിൽ തകർന്നു വീണത് എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ ഈ 2 വീഡിയോകൾ ചേർത്ത് വെച്ചുകൊണ്ട്, തേജസ് തകർന്നതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. സ്വാഭാവികമായും തേജസിന് സംഭവിച്ചത് ബാരൽ റോൾ മാനുവറോ പ്രിസൈസ് ലൂപ്പ് മാനുവറോ ചെയ്തപ്പോൾ, ഇതിൽ 2 ഒന്ന് ചെയ്തപ്പോൾ തകർന്നു വീണതാകാം. ഇത് നേരത്തെ സേതു എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഇത് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടല്ല, ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്, ചില സാങ്കേതിക വിദഗ്ധർ നടത്തുന്ന നിരീക്ഷണങ്ങളാണ്. ഇതിലൊക്കെ സ്ഥിരീകരണം വേണ്ടിവരും, ആഴത്തിലുള്ള പഠനം വേണ്ടിവരും. ഒരു പക്ഷേ നമ്മുടെ സേനാപരമായോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടോ ഉള്ള ടെക്നിക്കൽ പരമായ വീഴ്ചകളാണെങ്കിൽ അത് പുറത്തു വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സേനയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും സുപ്പീരിയർ ആയിരുന്ന ബിപിൻ റാവത്ത് റഷ്യൻ നിർമ്മിതമായ ഒരു ഹെലികോപ്റ്റർ തകർന്ന് വീണ് മരിച്ചിട്ടുണ്ട്. അതും ഹെലികോപ്റ്റർ ഓടിച്ച ആളുടെ പിഴവ് എന്ന് മാത്രമുള്ള ഒരു ചെറിയ വാക്കുകളിൽ ചുരുക്കാനേ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം
ചെയ്യാൻ തയ്യാറായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കടന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് സാധ്യതയില്ലാത്തൊരു മേഖല കൂടിയാണ്. ഏതായാലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളൊക്കെ തേജസിന് വേണ്ടിയുള്ള ഡിമാൻഡ് വലിയ തോതിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് കോമ്പാക്റ്റ് ആണ്, വളരെ ഭാരം കുറഞ്ഞ പക്ഷേ ശത്രു കേന്ദ്രങ്ങളെ വളരെ പ്രിസൈസ്ലി ആക്രമിക്കാൻ കഴിയുന്ന, ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന, വളരെ ഫ്ലെക്സിബിളായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ ആനന്ദ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പൊ തേജസ് എന്ന് പറയുന്നത് ആനന്ദ് പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയൊരു യുദ്ധവിമാനമാണ്. ഇനിയും നോക്കൂ, 180ഓളം തേജസ് വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാനിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രധാനപ്പെട്ടതാണ് തേജസ് വിമാനം. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇനി സ്ഥിരീകരിക്കപ്പെട്ട് പ്രതിരോധ വകുപ്പ്, പ്രതിരോധ വൃത്തങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ സങ്കടമാണല്ലേ, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയൊക്കെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. തേജസ് നമുക്ക് അത്രയും പ്രൈഡ്, നമ്മുടെയൊക്കെ അഭിമാനമൊക്കെ വാനോളം ഉയർത്തിയ ഒരു യുദ്ധവിമാനമാണ്. മാത്രമല്ല മിഗിനെ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ തേജസിനെ. ഇപ്പം ഇതൊരു പുതുതായിട്ട് വന്നൊരു വിമാനമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ അപകടങ്ങളൊരു ഹിസ്റ്ററി ഒന്നും ഉള്ളൊരു വിമാനമല്ല. അപ്പം നടന്ന കാര്യമൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയും.